അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ആരോ പറഞ്ഞു അതൊരു ജൂതന്മാരാണ്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതൊരു മനുഷ്യരല്ലേ. ഇനി നോക്കൂ മറ്റൊരു സംഭവം. പള്ളി മലിനമാക്കിയതോടെ നബിയുടെ സമീപനം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കലൊരു ജാമ്യയിൽ പള്ളിയിൽ മൂത്രമൊഴിച്ചു. ആളുകൾ അപ്പോൾ അദ്ദേഹത്തെ ശകാരിക്കാൻ തുടങ്ങി. ആദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയാൾ എഴുന്നേൽക്കൂ, അയാൾ മൂത്രമൊഴിച്ച സ്ഥലത്ത് ഒരു പാത്രം വെള്ളം ഒഴിക്കുക. ഞാൻ ഏകപ്പെട്ട് സൗകര്യമുണ്ടാക്കുവാനല്ലാതെ പ്രയാസമുണ്ടാക്കുവാനല്ല. എല്ലാവർക്കും മറ്റൊരു സംഭവം. ഒരു ഗ്രാമീണനോട് നബിയുടെ സമീപനം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വെള്ളം ചേർത്ത പാൽ കൊണ്ടുവരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്ത് അറബിയും ഇടതുഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് അല്പം കുടിച്ചു. ശേഷം മഹലാബിക്ക് നൽകി. ഇപ്രകാരം പറഞ്ഞു വലതുഭാഗത്തുള്ളവന് മുന്നേ നൽകേണ്ടിയിരിക്കുന്നു. എന്നൊക്കെ മറ്റൊരു സംഭവം. യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം. അനസ് റളിയല്ലാഹു അൻഹു നിവേദന. യുദ്ധത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. യുദ്ധന്മാരെയും ചെറിയ കുട്ടികളെയും സ്ത്രീകളെയും മരിക്കരുത്, വായു കൊണ്ട് വെട്ടരുത്. അവർ ഉപേക്ഷിച്ച് സ്വത്തിനെ നിങ്ങൾ എടുക്കണേ. ശേഷന്മാർക്ക് നന്മ ചെയ്യണം. അല്ലാഹു നന്മ ചെയ്യുന്നവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു.